നമസ്കാരം. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുന്നത് തന്നെ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരുപാട് ആരോപണങ്ങളുമായിട്ടായിരുന്നു. അതിന് തുടക്കമായത് കഴിഞ്ഞ ദിവസം ഒരു യുവനടി തനിക്ക് നേരിട്ട ദുരനുഭവം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത് മുതലാണ്. ആ നടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വളർന്നു വരുന്ന ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആരാണെന്നോ ഏത് പാർട്ടിക്കാരനാണെന്നോ പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം സമൂഹത്തിൽ മാന്യനായി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു പിന്നാലെ പല വിരലുകളും രാഹുലിന് നേരെ തിരിഞ്ഞിരുന്നു. എല്ലാത്തിനുമൊടുക്കം ഇന്ന് ഒരു ഓഡിയോ സന്ദേശം മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അത് രാഹുലും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഫോൺ സംഭാഷണമായിരുന്നു. അതിൽ രാഹുൽ ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നത് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. തുടർന്ന് പാർട്ടിക്കകത്തും പുറത്തും രാഹുലിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് ഗതികെട്ട് രാഹുൽ രാജിവെച്ചു. രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി. അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. രാഹുലിന്റെ വാർത്താ സമ്മേളനം അതിനാടകീയമായിട്ടായിരുന്നു. ചില മാധ്യമങ്ങൾ രാഹുൽ രാജിവെച്ചു എന്ന് വാർത്ത കൊടുത്തിരുന്നു. മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കള്ളമാണെന്ന് വരുത്തി തീർക്കാനായി ചില അഭ്യാസങ്ങൾ കൂടി രാഹുൽ പുറത്തെടുത്തു. രാഹുൽ രാജിവെച്ചോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഇപ്പോൾ സമയം 1:25 ആയെന്നും ഇതുവരെ താൻ രാജിവെച്ചിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ രാഹുൽ 1:30 ആയപ്പോൾ ഇപ്പോൾ സമയം 1:30 ഞാൻ ഇപ്പോൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് തിരികെ പോവുകയായിരുന്നു. പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായ നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് രാജിവെക്കുകയാണ്. കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും തനിക്കെതിരെ ഔദ്യോഗികമായി പരാതി ഉയർന്നിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. തനിക്കൊപ്പം നിന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നന്ദിയുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി. അടൂരിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തന്റെ രാജി രാഹുൽ പ്രഖ്യാപിച്ചത്. എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. നാളെയും ആ സൗഹൃദം തുടരണമെന്ന് കരുതുന്നുണ്ട്. മലയാള സിനിമയിലെ ഒരു നടി എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഭരണഘടനയ്ക്കും എതിരായി ഒന്നും ചെയ്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിൽ വിശ്വാസമുണ്ട്. ആരും തനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല. പരാതി വന്നാൽ അതിൽ ഞാൻ മറുപടി നൽകും. ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നൊരു പരാതി ഏതെങ്കിലും വ്യക്തി എനിക്കെതിരെ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി വന്നാൽ മറുപടി നൽകാം എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇന്ന് പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത്, ഇന്നത്തെ കാലത്ത് ഓഡിയോ സന്ദേശം ഉണ്ടാക്കാൻ പ്രയാസമില്ല. കാരണം എയുടെയൊക്കെ കാലമാണല്ലോ. മാധ്യമങ്ങൾ പരാതിയില്ലാത്ത ഗർഭഛിദ്രത്തെക്കുറിച്ച് പറയുന്നു. ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ടോ? സർക്കാരിന്റെ പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ശ്രമം. താൻ എവിടെയും പോയിട്ടില്ല, സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്ക് നൽകിയ പരാതികളും ഇപ്പോൾ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളും കണക്കിലെടുത്താണ് കടുത്ത നടപടിയിലേക്ക് രാഹുലിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടി ആവശ്യം ഉയർന്നിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നേരത്തെ സൂചനയും ഉണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച് നടി റിനി ആൻ ജോർജാണ് ബുധനാഴ്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണമെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചു തന്നെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത്. ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹ പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വീട്ടിലേക്ക് തള്ളിക്കയറിയാണ് പ്രതിഷേധം നടന്നത്. വയനാട്ടിലും പാലക്കാടും പ്രതിഷേധ മാർച്ചുകൾ നടന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ പാലക്കാട് മാർച്ച് നടത്തുകയും ചെയ്തു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. താരപര്യവേഷത്തിന്റെ പാരമ്യത്തിൽ നിന്ന് ഒറ്റപ്പെടലിന്റെ അനാഥത്വത്തിലേക്കാണ് ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണുപോയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കും എല്ലാം കൈപിടിച്ചുയർത്തിയ
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടി കൈവിട്ടതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇപ്പോൾ ഇരുട്ടിലായിരിക്കുകയാണ്.